പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നല്ല സിനിമയിലൂടെ അഭിനയിക്കണമെന്നും ആ സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടണമെന്നും അതിയായി ആഗ്രഹിച്ചിരുന്നു സന്തോഷ് കെ നായർ എന്ന നടൻ. എന്നാൽ ആ ആഗ്രഹം സഫലീകരിച്ചാണ് അദ്ദേഹം മടങ്ങിയത് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രമായി ഓടുന്നത് മോഹിനിയാട്ടമാണ്. വളരെ ചെറിയ കാസ്റ്റോടെ മുന്നോട്ട് വന്ന ആ സിനിമ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി വളരെ പെട്ടെന്നാണ് മുന്നിലേക്ക് പോകുന്നത്. അതൊന്നും വലിയ കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇത് സമ്മതിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര ഗംഭീരമായിരുന്നു. ചെറിയ ക്രൂ ആയിട്ട് പോലും ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ മോഹിനിയാട്ടവും പ്രേക്ഷകർ ഏറ്റെടുത്തു. മോഹിനിയാട്ടത്തിന് പ്രത്യേക സ്വീകാര്യത ലഭിച്ചു. അതിലൂടെ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ചും കൂടുതൽ പ്രേക്ഷകർ അറിയാൻ തുടങ്ങി. അതെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിലൂടെ അദ്ദേഹത്തിനും വളരെയധികം സ്നേഹം ലഭിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് സമ്മതിക്കുന്നുണ്ട്. പ്രേക്ഷകരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് സമ്മതിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു സിനിമയിലൂടെ അഭിനയിക്കണമെന്ന്. ഭാര്യയോട് എപ്പോഴും പറയുമായിരുന്നു, എനിക്കൊരു നല്ല സിനിമയിലൂടെ അഭിനയിക്കണടി, ഞാൻ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഒന്നുകൂടി കാണണമെന്നുണ്ട്, എൻ്റെ സിനിമ ഒന്നുകൂടി തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കണമെന്നുണ്ട്, അത് കണ്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അത്രയേറെ സന്തോഷത്തിലായിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ മോഹിനിയാട്ടത്തിൻ്റെ പോസ്റ്റർ മാത്രമാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്ര ദിവസമായി, ഇത്ര കളക്ഷനായി, ഇത്ര നേടി, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ചെറിയ ചെറിയ പോസ്റ്ററുകളും വലിയൊരു അംഗീകാരമായി തന്നെ താരം പങ്കുവച്ചിരുന്നു. മോഹൻലാലിലൂടെ ഇപ്പം മമ്മൂട്ടിയോടൊപ്പമൊക്കെ അഭിനയിച്ച് സിനിമയിലെ നിറസാന്നിധ്യമായി നിന്നെങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹമൊക്കെ സബലീകരിച്ചാണ് യാത്രയായത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായി മാറുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ സന്തോഷിൻ്റെ ഓരോ വാർത്തയും പുറത്തു വരുമ്പോഴും പ്രേക്ഷകർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. സന്തോഷിൻ്റെ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ തന്നെ എത്തിയപ്പോൾ വളരെയധികം കൂടുതൽ സന്തോഷം തോന്നുന്നു. സന്തോഷിൻ്റെ ആഗ്രഹം അനുസരിച്ച് തന്നെ നേടാൻ സാധിച്ചല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒന്നും നേടാൻ പറ്റിയതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ്. അദ്ദേഹത്തിന് അവസാന ആഗ്രഹവും സാധിച്ചാണ് മടക്കം എന്നത് മാത്രം നമുക്ക് സന്തോഷിക്കാനുള്ളതുണ്ട്. അല്ലാതെ മറ്റൊന്നുണ്ട് നമുക്ക് സന്തോഷിക്കാൻ. അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. കുറച്ചധികം ദിവസങ്ങളായ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടും ആ സിനിമ ഇനി ആളുകളിൽ എത്തണമെന്ന ആഗ്രഹവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്തു തന്നെയായാലും നല്ലൊരു സിനിമയിലൂടെ തന്നെ അദ്ദേഹം മലയാള സിനിമയിൽ നിന്നും യാത്രയായി. ഇനിയും അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകൾ ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ മോഹിനിയാട്ടം എന്ന അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമ ഇത്രയും ദിവസം ഓടുകയും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തത് കൺകുളിർക്കെയാണ് അദ്ദേഹം കണ്ടത്. അതായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അല്ലാതെ ഒരു ആഗ്രഹവും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. എപ്പോഴും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തു പറയുന്നതും. അത് എടുത്തു പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്.